വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ചുമർചിത്രങ്ങളിൽ വരയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഭരണമാണ് കടീബന്ധം. അരക്കെട്ടിലായാണ് കടീബന്ധം വരയ്ക്കാറുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപോലെ വരയ്ക്കുന്ന ഈ ആഭരണം പല ഡിസൈനുകളിൽ കാണാറുണ്ട്. ലേൺ മ്യൂറൽസിൻ്റെ ഓൺലൈൻ മ്യൂറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ലേൺ മ്യൂറൽസ് എന്ന നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കടീബന്ധം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോഡിയുടെ ഒരു പോർഷൻ വരച്ചിട്ടുണ്ട്. ഇത് അരക്കെട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന കടീബന്ധം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ബോഡിയുടെ എങ്ങനെയാണോ ഷേപ്പ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇത് വരയ്ക്കുന്നത് ഒരു A3 സൈസ് ക്യാൻവാസിലാണ്. ആദ്യം ചെറുതായിട്ടൊന്ന് നമുക്ക് ഔട്ട്ലൈൻ ഇടാം. ഈ ഒരു രീതിയിൽ ഈ അരക്കെട്ടിൽ കിടക്കുന്ന ആഭരണമാണിത്. ഇനി നമുക്കിതിൽ വരയ്ക്കേണ്ട ഡിസൈൻസ് നോക്കാം. നമുക്കിവിടെ വരയ്ക്കാനുള്ള ഡിസൈനിന് വേണ്ടിയിട്ട് ഞാൻ ഔട്ട്ലൈൻ ഇടുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ടുള്ള ഡിസൈൻസാണ്. സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു സർക്കിളാണ് കൊടുക്കുന്നത്. ഇനി ഈ സെൻറ്ററിലുള്ള ചെറിയ സർക്കിളിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഈ സർക്കിളിന് ചുറ്റിനുമായിട്ടുള്ള ചെറിയ 2 ഔട്ട്ലൈൻ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഔട്ടർ പാർട്ടിൽ നമുക്കിതുപോലെ ചെറിയ മണിമാല ഡിസൈൻ കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഭാഗം അത് നമുക്കിവിടെ ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതൊക്കെ നമുക്കിനി പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഔട്ട്ലൈൻ എങ്ങനെയാണ്, റെഡ് ഔട്ട്ലൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സിയനയുടെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള മിക്സ് വെച്ചിട്ടാണ് ഞാനിവിടെ റെഡ് ഔട്ട്ലൈൻ ചെയ്യുന്നത്.
ഇത്രയാണ് നമുക്ക് ഔട്ട്ലൈനായിട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ നന്നായി ഡ്രൈ ആയതിനു ശേഷം പെൻസിൽ ലൈൻസൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാം. അതിന് ശേഷം ഇനി നമുക്ക് അടുത്ത യെല്ലോ വാഷ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കറാണ് ഞാനിവിടെ യെല്ലോ വാഷിന് വേണ്ടി എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ഡിസൈനായിട്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗങ്ങളിലെല്ലാം യെല്ലോ വാഷ് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന പോർഷനിൽ ഞാൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതല്ലാതെ ബാക്കി വരുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് യെല്ലോ വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ യെല്ലോ വാഷ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിനു ശേഷം റെഡിൻ്റെ ഷെയ്ഡിങ് ആണ്. റെഡിൻ്റെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാനെടുത്ത അതേ കളർ ടോൺ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം മാത്രം എടുത്തൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ വരുന്ന ബ്ലൂവിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. വളരെ ലൈറ്റായിട്ട് പ്രഷ്യൻ ബ്ലൂ ഒന്ന് ഞാൻ എടുത്തിവിടെ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ബ്ലൂവിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോൺ എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ കടിബന്ധം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ മറക്കരുത്.